ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ ഈക്കോനായിട്ട് വാക്കിങ്ങിന് ഇറങ്ങിയതാ. ഈക്കോ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കുവൈറ്റിൽ സമ്മർ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഞാൻ വാക്കിങ്ങിന് പോണ പ്ലേസിൽ ഉള്ള ചെടികളും അതൊക്കെ എങ്ങനെ നിൽക്കണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഫുള്ള് ഡ്രൈ ആയിട്ട് നിൽക്കുക. കണ്ടോ, ഒരു എന്താ പറയുക, പച്ചപ്പ് പോലും ഇല്ലാത്തൊരവസ്ഥ. അത്രയും ഡ്രൈ ആയിട്ട് നിൽക്കുന്നത്. കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഏകദേശം ഇപ്പോൾ 50 ഡിഗ്രി 45-50 ഡിഗ്രിയൊക്കെയാണ് ഇപ്പോൾ ചൂട്. അപ്പോൾ പുല്ലുകളൊക്കെ ഉണ്ടോ ഉണങ്ങി വരണ്ടേക്കണേ. ഈക്കോ കണ്ടോ, ഈക്കോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ എടുത്ത് നിൽക്കുന്നത്. ഈ മണ്ണും പുല്ലും എങ്ങനെയാണെന്ന് തിരിച്ചറിയില്ല. അതേപോലത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത് രണ്ടും കൂടിയിട്ട്. അല്ല, ഇതൊക്കെയും തൊട്ട് കഴിഞ്ഞാൽ അപ്പം പൊടിയും. പിന്നെ അതൊക്കെ വലിയ മരങ്ങളാട്ടോ. അതൊക്കെ അത്യാവശ്യം വലിയ മരങ്ങളാണ്. ഇതൊക്കെ ഒക്കെ ചുവന്നിട്ടാണ് നിൽക്കുന്നത്. ഒരു എന്താ പറയുക, ഇപ്പം ആ കാരണം മൊത്തത്തിൽ അപകടങ്ങളും കൂടുതലാട്ടോ. തീ പിടിക്കല സംഭവങ്ങളും ഒക്കെ ആയിട്ട് അതും കൂടുതലാണ്. ഞാൻ ഇവർക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈക്കോ പെട്ടെന്ന് ടയേർഡാവും. എന്നാലും ഇവർക്കൊരു എൻജോയ്മെൻ്റ് ആണ്. നമ്മൾ സമ്മറായാലും പുറത്തേക്കൊക്കെ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടായാലും ഇവർക്ക് നല്ലതാണ്. പെട്ടെന്ന് ടയേർഡാവും ഇവർ. പറഞ്ഞിട്ട് കാര്യമില്ലേ, പെട്ടെന്ന് ടയേർഡാവാന്ന് പറഞ്ഞ പോലെ അതാണ് അവസ്ഥ അവിടുത്തെ. അപ്പോൾ ഓരോ ഡോഗ്സിനെയും കൊണ്ടൊന്ന് അവർക്കൊന്നൊരു എക്സസൈസ് പോലെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഓരോ ഡോഗിനെ അവർക്കൊരു വ്യായാമം എന്നുള്ള രീതിയിൽ ഓരോ ഡോഗിനും കൊണ്ട് ഒരു ചെറിയ രീതിയിൽ നടക്കും. രാവിലെ എണീറ്റ് ഒരു വാക്കിങ്ങിനൊക്കെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എനർജിയാണ്. കാരണം ചൂടൊന്നും ഞാൻ അധികം ഇതാക്കാറില്ല. ഒരു 4 മണിയാകുമ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ രാവിലെ പുലർച്ചെ 4 മണിയൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ചൂടൊന്നും ആയിട്ടുണ്ടാവില്ല. ചൂടുണ്ട്, എന്നാലും അത്രയ്ക്ക് കടുപ്പായിട്ടുണ്ടാവില്ല. എന്താ, സൂര്യൻ കത്തി നിൽക്കുക. ഇപ്പോൾ സമയം ഇപ്പോൾ 5:50 കേട്ടോ. എന്താ, അത്രയും ഡ്രൈ ആയിട്ട് നിൽക്കണത്. ഇവിടേക്ക് നല്ല പച്ചപ്പുണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു വിൻ്ററിൽ. ഇതൊക്കെ ആകെ ഉണങ്ങി കരിഞ്ഞ് ഒരവസ്ഥയായിട്ടാണ് നിൽക്കുന്നത്. ചൂട് ഇനിയിപ്പോൾ ജൂൺ 7-ാം തീയതി തൊട്ടേക്കും ഭയങ്കര ചൂടാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ ഏകദേശം 50 ഡിഗ്രി ചൂടുണ്ട് ഇപ്പോൾ. ഇതൊക്കെ നല്ലൊരു ബ്ലൂ കളറുള്ള പൂക്കളായിരുന്നു കേട്ടോ ഇത് വിൻ്റർ സമയത്ത്. ഇപ്പം ഇതിൻ്റെ അവസ്ഥ നോക്കിയപ്പോൾ ഇവിടേക്കും ഞാൻ ആദ്യം മുമ്പൊരു എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളുള്ള ചെടികളായി നിൽക്കുന്നത്. ആകെ കരിഞ്ഞിട്ട് ഫുള്ള് ഡ്രൈ ആണ്. അല്ലേ, ഇതിൻ്റെയൊക്കെ അവസ്ഥ നോക്കിയ ഞാൻ ആലോചിക്കാറുണ്ട്. ഈ സമയത്തും ഈ എന്താ പറയുക, ആട് അതുപോലെ ഒട്ടകത്തിനൊക്കെ കൊണ്ട് ഇവിടെ തീറ്റിക്കാൻ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഫുഡ് കിട്ടണമെന്നുള്ളത്. ഇപ്പോൾ ഉണങ്ങിയത് കഴിക്കണതാണെന്ന് അറിയില്ല. അപ്പോൾ രാവിലെ ആകുമ്പോൾ അവരെ കൊണ്ട് മേയാൻ വേണ്ടി പുല്ല് തീറ്റിക്കാൻ വേണ്ടി കൊണ്ടുവരും. അപ്പോൾ അവർ എവിടുന്ന കഴിക്കണമെന്നുള്ളത് അറിയില്ല. കണ്ടോ, ഫുള്ള് ഡ്രൈ ആയിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 4-5 മാസം ഇതാണ് അവസ്ഥ. ഇനിയപ്പോൾ അവരെ കൊണ്ട് കൂട്ടിൽ കൊണ്ടാക്കണം, എന്നിട്ട് AC ഇട്ട് കൊടുക്കും.
അത്രയും ചൂടാണ്. അതേപോലെ തന്നെ ഈ സമ്മറിലൊന്നും നമ്മൾ ഡോഗ്സിന് അതുപോലെ ഹാർഡായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. അവരെ ഫ്രീ ആയിട്ട് അവർ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് മാത്രം. അല്ലാണ്ട് വേറെ ഹാർഡായിട്ട് അവർക്കൊന്നും നമ്മൾ കൊടുക്കില്ല. അപ്പോൾ അവർക്കും വേറെ പ്രശ്നമില്ല, അവരും ഹെൽത്തി ആയിട്ടിരിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ടോയ്ക്ക് ഇട്ട് കൊടുത്ത് അവർക്ക് ഒരു റിലാക്സേഷനാണ്. അവർ ഹാപ്പി ആവും. വാ കണ്ടോ, ഫുള്ള് ഡ്രൈ ആണ്.